ചോദിച്ചാൽ ഞാൻ പറയും, കിട്ടുന്ന അവസരം ശരിക്ക് പ്രയോജനപ്പെടുത്തുന്നവരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അവസരം. ഇതൊരു അവസരമാണ്. ഇനി എന്തെങ്കിലും കാണിക്കാനുണ്ടോ സാർ? ഇതൊരു അവസരമാണ്. തട്ടിക്കളയുന്നത് നിങ്ങളുടെ കയ്യിലാണുള്ളത്, ബിസിനസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഞാൻ എൻ്റെ ഗുരുനാഥനോട് ചോദിച്ച 2 കാര്യങ്ങൾ, അതിനുള്ള മറുപടി അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, സാർ എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു 2ാമത്തെ ചോദ്യം, എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വരാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പൊ ആർക്കൊക്കെ മൈലേജ് ചെയ്യാൻ പറ്റും, ഇനി ചെയ്താൽ തന്നെ ആർക്കൊക്കെ വിജയിക്കാൻ പറ്റും? ഈ 2 ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇവിടെ പറയണം. കേൾക്കുന്നുണ്ടോ? ഒരു കൈയടിയാണെങ്കിൽ പറയാം. താങ്ക് യു. അദ്ദേഹം പറഞ്ഞ മറുപടി, മനോജ്, എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം അതിന് കാരണമുണ്ട്. ഞാൻ പറയുന്ന 3 ക്വാളിറ്റിയിൽ ഏതെങ്കിലും ഉള്ള ആൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. അപ്പൊ പറയൂ സർ. അദ്ദേഹം പറഞ്ഞു, മൈലേഷ്യൽ ബിസിനസ്സിൽ ജയിക്കണമെങ്കിൽ ആദ്യത്തെ ക്വാളിറ്റി, ആരാണോ ഏറ്റവും കൂടുതൽ കടമുള്ളത് അവർക്ക് പറ്റിയ ബിസിനസ്സാണ് മൈലേഷ്യൽ മാർക്കറ്റ്. ഒപ്പം അദ്ദേഹം പറഞ്ഞു, കടം മാത്രം ഉണ്ടായാൽ പോരാ, കടം വീട്ടണമെന്ന ചിന്ത കൂടെ വേണമെന്ന്. അത് വേണ്ടേ? കടം മാത്രം പോരാ, എന്തുകൂടെ വേണം? ഉള്ള കടം വീട്ടണമെന്നുള്ള ചിന്ത കൂടെ വേണം. ഞാൻ തിരുപ്പൂരിലെ പരിചയപ്പെട്ട ഒരു വ്യക്തി, മിസ്റ്റർ ദുരൈരാജ്, അദ്ദേഹത്തിന്റെ പേര്. നാട്ടില് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഒപ്പം തന്നെ നാട്ടിൽ ചിട്ടി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. പ്രതീക്ഷിക്കാതെ ചിട്ടി പൊട്ടിപ്പോയി. വിളിച്ച ആൾക്കാർക്ക് പണം കെട്ടാതായി. ചിട്ടി പൊട്ടി എന്ന് പറഞ്ഞപ്പോ